മൈ ടേൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടന എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി മുൻ വർഷങ്ങളിൽ, അതായത് 2021 മുതൽ 2025 വരെ ചോദിച്ച ചോദ്യങ്ങൾ അടങ്ങുന്ന മൂന്നാമത്തെ നമ്മുടെ ക്ലാസ്സാണ്. എല്ലാവരും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടു പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം? ഒന്നാമത്തെ ഓപ്ഷൻ ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. രണ്ടാമത്തെ ഓപ്ഷൻ ജവഹർലാൽ നെഹ്റു, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. നാലാമത്തെ ഓപ്ഷൻ സച്ചിദാനന്ദ സിൻഹ, ഭരണഘടനയുടെ ആമുഖം എഴുതി. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 4ഉമാണ് ഉത്തരം. 2ഉം 4ഉം ഇത് രണ്ടും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതായത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ എന്നും സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി. ഇത് രണ്ടും തെറ്റാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കപ്പെട്ടത്. രണ്ടാമത്തെ ഓപ്ഷൻ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. നാലാമത്തെ ഓപ്ഷൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗസംഖ്യ 543 ആയിരുന്നു. ഇവിടെ ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് 1949 നവംബർ മാസം 26 ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. രണ്ടാമത്തെ പ്രസ്താവന, പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. മൂന്നാമത്തെ പ്രസ്താവന, 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉം ആണ് ഇവിടെ ശരിയായ പ്രസ്താവനകൾ. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. അടുത്ത പ്രസ്താവന, 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. രണ്ടാമത്തെ പ്രസ്താവന, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. മൂന്നാമത്തെ പ്രസ്താവന, ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നാലാമത്തെ പ്രസ്താവന, ഭരണഘടനാ ഉപദേശകൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉമാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അതായത് ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന. രണ്ടാമത്തെ പ്രസ്താവന, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. നാലാമത്തെ പ്രസ്താവന, 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉം 4ഉമാണ് ഉത്തരം. 2ഉം 3ഉം 4ഉം 2ഉം
3 4 ഇവിടെ ഉത്തരം. ശരിയായ പ്രസ്താവന: ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന: ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡൻ്റായി 1946 ഡിസംബർ 11 HC മുഖർജിയെ തിരഞ്ഞെടുത്തു. രണ്ടാമത്തെ പ്രസ്താവന: ഇന്ത്യ വിഭജനത്തിന് ശേഷം 9 വനിതാ അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ പ്രസ്താവന: ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി ആയിരുന്നു. നാലാമത്തെ പ്രസ്താവന: ഈ സഭയുടെ നിയമോപദേഷ്ടാവ് BN റാവു ആയിരുന്നു. ഇവിടെ ഓപ്ഷൻ D ആണ് ഉത്തരം. അതായത് 1, 3, 4 ഉത്തരം. ഒന്നും 3, 4 ഉത്തരം. അതായത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡൻ്റായി 1946 ഡിസംബർ 11 HC മുഖർജിയെ തിരഞ്ഞെടുത്തു. അടുത്ത പ്രസ്താവന: ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി ആയിരുന്നു. നാലാമത്തെ പ്രസ്താവന: ഈ സഭയുടെ നിയമോപദേഷ്ടാവ് BN റാവു ആയിരുന്നു. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന: നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. രണ്ടാമത്തെ പ്രസ്താവന: മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട്. മൂന്നാമത്തെ പ്രസ്താവന: ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്ത പ്രസ്താവന: ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇവിടെ ഓപ്ഷൻ B ആണ് ഉത്തരം. അതായത് 1, 2, 4 ശരി. 1, 2, 4 ശരി. അതായത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അടുത്ത ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന: ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന: അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. മൂന്നാമത്തെ പ്രസ്താവന: ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. ഇവിടെ ഓപ്ഷൻ D ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. അടുത്ത ചോദ്യം: ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന: ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ ഓപ്ഷൻ B ആണ് ഉത്തരം. 2 മാത്രമാണ് ശരി. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന: ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത്തെ പ്രസ്താവന: 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന: ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. നാലാമത്തെ പ്രസ്താവന:
ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2ഉം 4ഉം മാത്രമാണ് ശരി. 2ഉം 4ഉമാണ് ശരി. അതായത് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. അടുത്ത പ്രസ്താവന. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന. സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുത്തത്. രണ്ടാമത്തെ പ്രസ്താവന. സഭ ഒരു പ്രാതിനിധ്യ വിഭാഗമാകുവാനുള്ള ശ്രമങ്ങളുണ്ടായി. മൂന്നാമത്തെ പ്രസ്താവന. സഭയിൽ എല്ലാ മതത്തിനും പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉം 3ഉം ശരിയാണ്. അതായത് സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുത്തത്. അടുത്തത്. സഭ ഒരു പ്രാതിനിധ്യ സ്വഭാവമാകുവാനുള്ള ശ്രമങ്ങളുണ്ടായി. മൂന്നാമത്തെ പ്രസ്താവന. സഭയിലെ എല്ലാ മതത്തിനും പ്രാതിനിധ്യമുണ്ടായിരുന്നു. അടുത്ത ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്നാമത്തെ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുത്തത്. അടുത്ത പ്രസ്താവന. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉം 3ഉം ശരിയാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. അടുത്ത ചോദ്യം. 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 389. അടുത്ത ചോദ്യം. താഴെ പറയുന്നവരിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? ഇവിടെ ഓപ്ഷൻ എ. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രിൻ. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. അക്കമ്മ ചെറിയാൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഇവിടെ ഓപ്ഷൻ പാർവതി ബായ്, അക്കമ്മ ചെറിയാൻ, ദാക്ഷായണി വേലായുധൻ, ശാരദ അമ്മാൾ. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. ദാക്ഷായണി വേലായുധൻ. അടുത്ത ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്ന വനിത ആര്? ഇവിടെ ഓപ്ഷൻ എ. ലീല നാഗ്, ഓപ്ഷൻ ബി. മാലതി ചൗധരി, ഓപ്ഷൻ സി. സരോജിനി നായിഡു, ഓപ്ഷൻ ഡി. മീരാബായ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മീരാബായ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം? ഓപ്ഷൻ സി ആണ് ഉത്തരം. നവംബർ 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ സി ആണ് ഉത്തരം. നവംബർ 26.
ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനാ ശില്പി? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ട് എഴുതിയ കാലിഗ്രാഫർ ആരാണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രേം ബിഹാരി നരൈൻ റൈസാദ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ യഥാർത്ഥ ഭരണഘടനയുടെ ഓരോ പേജും മനോഹരമായി കാലിഗ്രാഫി ഉപയോഗിച്ച് കൈകൊണ്ട് എഴുതിയത് ശാന്തി നികേതനിൽ നിന്നുള്ള കലാകാരന്മാരായ ഡാഷ് ആയിരുന്നു? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് നന്ദലാൽ ബോസും ബിയോർഹർ റാം മനോഹർ സിൻഹയും. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ? പ്രേം ബിഹാരി നരൈൻ റൈസാദ. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ 26-നാണ്. ഈ ദിവസം തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവയെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന 395 അനുച്ഛേദങ്ങൾ. രണ്ടാമത്തെ പ്രസ്താവന 8 പട്ടികകൾ. മൂന്നാമത്തെ പ്രസ്താവന 103 ഭരണഘടനാ ഭേദഗതികൾ. നാലാമത്തെ പ്രസ്താവന 22 ഭാഗങ്ങൾ. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് 1ഉം 4ഉമാണ് ശരി. 1 395 അനുച്ഛേദങ്ങൾ. 4 22 ഭാഗങ്ങൾ. അടുത്ത ചോദ്യം. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ആരായിരുന്നു? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി? ഓപ്ഷൻ എ ആണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? അംബേദ്കർ. ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത്. 3 മലയാളി വനിതകൾ പങ്കെടുത്തു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉം 4ഉമാണ് ശരി. 1ഉം 2ഉം 4ഉമാണ് ശരി. അതായത് ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത്. 3 മലയാളി വനിതകൾ പങ്കെടുത്തു. KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP കെയ്ത്താൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ആരൊക്കെയാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. TT കൃഷ്ണമാചാരി. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഓപ്ഷൻ സി BL മിറ്റർ. ഓപ്ഷൻ ഡി KM മുൻഷി. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. ജവഹർലാൽ നെഹ്റു. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, ജവഹർലാൽ നെഹ്റു. ഇവിടെ ഓപ്ഷൻ ഡി തന്നെയാണ് ഉത്തരം. ജവഹർലാൽ നെഹ്റു.
ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളുണ്ടായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം ആണ് ഉത്തരം. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളുണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ. രണ്ടാമത്തെ പ്രസ്താവന, ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരി. 1 ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ. 3 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി.